നിഴൽ രൂപം. നഗരത്തിലെ തിരക്കേറിയ ആ മെട്രോ സ്റ്റേഷനിൽ മഴ നനഞ്ഞു നിൽക്കുമ്പോഴാണ് അമൽ അയാളെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു പഴയ ബാഗും ചേർത്ത് പിടിച്ച് തൂണിനരികിൽ പതുങ്ങി നിൽക്കുന്ന ഒരാൾ. അയാളുടെ കണ്ണുകൾ വല്ലാത്തൊരു ഭയത്തോടെ ചുറ്റും പരതുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വില കൂടിയ ക്യാമറ ബാഗ് അമൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. ഇങ്ങനെയുള്ളവരോട് സൂക്ഷിക്കണം, സുഹൃത്തുക്കൾ എപ്പോഴും പറയാറുള്ള മുന്നറിയിപ്പ് അവൻ്റെ ഉള്ളിൽ മുഴങ്ങി. അമൽ പതുക്കെ മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആ മനുഷ്യൻ അവൻ്റെ അടുത്തേക്ക് വരിക തന്നെ ചെയ്തു. സർ, പൈസ വേണ്ട, എനിക്കൊന്ന് അവിടെ വരെ എത്തിയാൽ മതിയായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ ഒരു മേൽവിലാസം കാണിച്ചു. അമൽ ഒരു നിമിഷം ആലോചിച്ചു. നഗരത്തിൻ്റെ മറ്റൊരു അറ്റത്തുള്ള ഒരു വൃദ്ധസദനത്തിൻ്റെ വിലാസമായിരുന്നു അത്. സംശയത്തോടെയാണെങ്കിലും ആ പാവത്തോട് തോന്നിപ്പോയ ഒരു അലിവ് കാരണം അമൽ അയാളെ തൻ്റെ കാറിൽ കയറ്റി. യാത്രയിലുടനീളം അയാൾ മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അമലിന് അയാളുടെ സാന്നിധ്യം വല്ലാത്തൊരു അസ്വസ്ഥത നൽകി. ഇയാൾ എന്തിനാകും അവിടെ പോകുന്നത്? വല്ല കള്ളനുമാണോ? അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഇരച്ചുകയറി. ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ അയാൾ പതുക്കെ പുറത്തിറങ്ങി. നന്ദിസൂചകമായി ഒന്ന് ചിരിക്കാൻ പോലും നിൽക്കാതെ അയാൾ അകത്തേക്ക് ഓടി. തൻ്റെ കാറിൻ്റെ പിന്നിൽ അയാൾ ബാഗ് മറന്നു വെച്ചിരുന്നു. ഹേയ്, നിൽക്കൂ! അമൽ വിളിച്ചു പറഞ്ഞെങ്കിലും അയാൾ അപ്പോഴേക്കും അകത്തെ ഇരുട്ടിൽ മറഞ്ഞു. അമൽ ആ പഴയ ബാഗ് തുറന്ന് എന്തെങ്കിലും തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാകുമെന്ന് അവൻ കരുതി. പക്ഷേ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് പഴയ ചില പത്രക്കട്ടിങ്ങുകളും ഒരു മെഡലുമായിരുന്നു. അതിലൊരു ചിത്രം അമലിനെ ഞെട്ടിച്ചു കളഞ്ഞു. 20 വർഷം മുമ്പ് അതിർത്തിയിൽ നടന്ന വലിയൊരു ഏറ്റുമുട്ടലിൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിച്ച ഒരു സൈനികൻ്റെ ഫോട്ടോയായിരുന്നു അത്. ധീരതയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ആ പഴയ സൈനികൻ്റെ മുഖത്ത് ആ പാവം മനുഷ്യൻ്റെ ഛായ. താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു: യുദ്ധത്തിൻ്റെ അഗാധത്തിൽ ഓർമ്മശക്തി നശിച്ച മേജർ രാഘവൻ. കുടുംബം ഉപേക്ഷിച്ച നിലയിൽ അമലിൻ്റെ കൈകൾ വിറച്ചു. താൻ ഇത്രയും നേരം ഒരു കള്ളനെപ്പോലെ സംശയിച്ചു നോക്കിയത് രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന ഒരാളെയായിരുന്നു എന്ന്. ആരായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ വലിയൊരു ഭാരം വന്നു നിറഞ്ഞു. അവൻ ആ മെഡലും നെഞ്ചോട് ചേർത്ത് ആ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അവിടെ ആ വൃദ്ധസദനത്തിൻ്റെ വരാന്തയിൽ ഒരു നിഴൽ രൂപം പതുക്കെ നടന്നു നീങ്ങുണ്ടായിരുന്നു. ഒരു കാലത്ത് കരുത്തോടെ പൊരുതിയ അതേ മനുഷ്യൻ.